സൂര്യപുത്രനായ കർണൻ ജനിച്ച നിമിഷം മുതൽ തുടങ്ങിയ അപമാനം, അവഗണന ആ ധീരന്റെ മരണം വരെ തുടർന്നുകൊണ്ടിരുന്നു. പെറ്റമ്മയിൽ നിന്നും ജനന സമയത്തു തന്നെ തുടങ്ങി അവഗണന. എന്തിന്, ഒടുവിൽ മഹായുദ്ധത്തിന് പുറപ്പെടുമ്പോഴും സ്വന്തം തേരാളിയായ ശല്യരുടെ വരെ അവഗണനയും ശകാരങ്ങളും നീണ്ടുകിടക്കുന്നു. ഒരു ക്ഷത്രിയ പെൺകുട്ടിക്ക് കൗമാരത്തിലെ അനുരാഗവായ്പിൽ സൂര്യദേവന്റെ പുത്രനായി കർണന്റെ ജനനം. അദ്ദേഹത്തിന് മറ്റാരെക്കാളും സൗന്ദര്യവും പൗരുഷവും യുദ്ധവീര്യവും അത് സ്വാഭാവികം മാത്രം. അവഗണനയുടെയും അപമാനത്തിൻ്റെയും നടുവിൽ നിൽക്കുമ്പോഴും ഒരിക്കലും തളരാതെ സൂര്യതേജസ്സോടെ കർണൻ പ്രകാശിക്കുമ്പോൾ ആർക്കാണ് ആ വീരകുമാരനോട് ആരാധന തോന്നാതിരിക്കുക? യുദ്ധവേളയിൽ പോലും തൻ്റെ തേർച്ചക്രം മണ്ണിൽ കൊണ്ടുപോകുന്ന ദുർവിധി, കർണൻ അനുഭവിക്കുന്ന ജീവിത ദുഃഖങ്ങൾ. മഹാഭാരത കഥ വായിച്ച ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ, ഇഷ്ട കഥാപാത്രം ആരാണെന്ന്. തല ഉയർത്തി അവർ പറയും, കർണൻ, കർണൻ.